എന്റെ വീട്ടിൽ ഓരോരോ പ്രപ്പോസൽ വന്ന് തുടങ്ങിയപ്പോ എന്റെ അമ്മ ചോദിക്കുമായിരുന്നു, നിനക്ക് ആരെങ്കിലും ഉണ്ടാടി, ഉണ്ടെങ്കിൽ പറ, നടത്തി തരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രണയത്തിന്റെ തുടക്കം ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. ഞങ്ങൾക്കൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ടിന്റെ ഇതിലൂടെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ ഒരു മണാലി ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവളൊരു സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്ത് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ആക്ച്വലി ഇവള് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശില്പ ശരിക്കും എൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വഴിയാണ് വിഷ്ണുയുടെ പരിചയം വന്നതും. പിന്നെ അവർ തമ്മിലൊരു മ്യൂച്വൽ ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാം മ്യൂച്വൽ ഫ്രണ്ട്സ്. അതെ, അങ്ങനെ അതാണ് ശരിക്കും അതിന്റെ ഒരു കണക്ഷൻ. പിന്നെ ഞങ്ങള് പരിപാടികളിൽ കണ്ടുകൂട്ടി തുടങ്ങി. ഇവന്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ 4 പേര് ജോയിന്റ് ആയി. ഒരു ദിവസം വിഷ്ണു ഞങ്ങളോട് പറഞ്ഞു, എന്തോ ചിപ്പിനോട് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട്, ഇഷ്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരും ബർത്ത്ഡേ സെയിം ഡേറ്റ് വരുന്നത്. ഫെബ്രുവരി കോയിൻസിഡന്റ് എന്ന് പറയണേ ഫെബ്രുവരി 20-ാം തീയതി. അന്നാണ് ഫസ്റ്റ് ആയിട്ട് അവര് പ്രപ്പോസ് ചെയ്യുന്നത്. രണ്ടുപേരും ആക്സെപ്റ്റ്. അതൊരു നല്ല മൊമെന്റ് ആയിരുന്നു. മ്യൂച്വൽ ഫണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇത് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ത്രൂ കണക്ട് ചെയ്തു, സംസാരിച്ചു, പിന്നെ അങ്ങനെ മീറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഇവള് പഠിക്കുന്ന കോളേജിൽ പോയി കണ്ടു, അങ്ങനെ മീറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ ഇവിടം വരെ ആയി. പിന്നെ ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് ആള് വന്നു, വീട്ടിൽ വന്ന് കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, നമുക്കിത് നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടം വരെ എത്തി. എനിക്ക് തോന്നുന്നു ചിപ്പിക്ക് വിഷ്ണുവും ചിപ്പിയും പക്കയാണ്. അതില് മീറ്റ് ഫോർ ഈച്ച് അതർ തന്നെയാണ് ഇപ്പോഴും. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതെ, അവരെന്നും ഒരേപോലെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു ഹോപ്പില്ലാതെ തുടങ്ങിയ ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഉണ്ടായത് ഇവിടം വരെ, അതെല്ലാം അവന്റെ എഫേർട്ടാ. ഇതുവരെ ഉണ്ടായ സ്ട്രഗിൾ ഇനി ഉണ്ടാവില്ല. അത് ഇതായിരുന്നു ഏറ്റവും വലിയ സ്ട്രഗിൾ. ആ സ്ട്രഗിൾ കഴിഞ്ഞു. വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്യാന്നുള്ള ഒരു വലിയ സ്ട്രഗിൾ ആയിരുന്നു. സോ ഇനി ഈ ഒരു ഇതുണ്ടാവില്ല ലൈഫിൽ. എന്തായാലും രണ്ടുപേരും ഇവിടെ കട്ടയ്ക്ക് മുന്നോട്ട്. അതായത് ഞങ്ങൾ രണ്ടുപേരും വൺസ് ഒരു റീല് ഷെയർ ചെയ്തത് രണ്ടും സെയിം ഈ ഒരു സംഭവം. അതായത് എൻഗേജ്മെന്റിന്റെ കാര്യം ഇവിടെ വീട്ടിൽ സംസാരിച്ച് കല്യാണം വരെ ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു റീല് കണ്ടത് റാൻഡംലി ഷെയർ ചെയ്തതാണ്. ഒരു മന വെഡിങ്ങിന്റെ. അവള് എനിക്ക് അയച്ചു, നെക്സ്റ്റ് റീൽ ഞാൻ അവൾക്ക് അയച്ചു. രണ്ടുപേരും ആ ടൈമിലാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണുന്നത്. രണ്ടും ഇങ്ങനെയായി. അപ്പോൾ അവള് പറഞ്ഞു അവൾക്കും ഇതുപോലൊരു വെഡിങ് ഇഷ്ടമാണ്, എന്നാ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു മന വെഡിങ്ങിലേക്ക് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ കൊറേ നാളായിട്ട് ആഗ്രഹിച്ച മൊമെന്റ് ഇത്. കൊറേ പൊട്ടത്തരങ്ങള് ചിപ്പിക്കുണ്ട്, കൊറേ പൊട്ടത്തരങ്ങള് വിഷ്ണുവിനുണ്ട്. അപ്പോ രണ്ടാളും നല്ല പൊട്ടത്തരായിട്ട് മുന്നോട്ട് പോട്ടെ. ഇതാണ് ഞങ്ങളുടെ സ്റ്റോറി.